നമ്മൾ ബ്ലോക്ക് 4 യൂണിറ്റ് 1 മദാഹിബുൽ അർബഅ ഇൽമു ഉസൂലുൽ ഫിഖ് എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ മദാഹിബുൽ അർബഅ 4 മദ്ഹബുകളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അൽ മദ്ഹബുൽ ഹനഫി ഒന്നാമത്തെ മദ്ഹബാണ് ഹനഫി മദ്ഹബ്. ഹനഫി മദ്ഹബിനെ കുറിച്ച് നോക്കാം. അൽ മദ്ഹബുൽ ഹനഫി ഹു അഹദുൽ മദാഹിബുൽ ഫിഖ്ഹിയത്തിൽ അർബഅത്തി സുന്നിയത്തി ഫിൽ ഇസ്ലാം. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ സുന്നി ചിന്താധാരയിൽ പെട്ട സുന്നി ചിന്താധാരയിലെ 4 മദ്ഹബുകളിൽപ്പെട്ട ഒരു മദ്ഹബാണ് ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത്. മുഅസ്സിസഹു അൽ ഇമാം അബി ഹനീഫ നുഅ്മാൻ ബിൻ സാബിത്ത്. അബൂ ഹനീഫത്തു നുഅ്മാൻ ബിൻ സാബിത്ത് എന്നവരാണ് ഈ മദ്ഹബിനെ സ്ഥാപിക്കപ്പെട്ടത്. സുമ്മിയൽ മദ്ഹബു അൽ ഹനഫി, ഈ മദ്ഹബിന് ഹനഫി മദ്ഹബ് എന്ന് പേര് വെക്കപ്പെട്ടു. ഇമാം അബൂ ഹനീഫ ആഷഫിൽ കൂഫ ബിൽ ഇറാഖ്. അദ്ദേഹം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇറാഖിലെ കൂഫയിലാണ് ജീവിച്ചത്. യതമയ്യസുൽ മദ്ഹബുൽ ഹനഫി ബി മൻഹജിയത്തിൻ ഫിഖ്ഹിയത്തിൻ തഅതമിദു അലൽ അഖ്ലി വൽ ഖിയാസി ഇലാ ജാനിബി നുസൂസ് ശർഇയ്യ. എന്താണ് യതമയ്യസുൽ മദ്ഹബുൽ ഹനഫി? ഹനഫി മദ്ഹബ് സവിശേഷമായിരിക്കുന്നു ബി മൻഹജിയത്തിൻ ഫിഖ്ഹിയത്തിൻ. പിന്നെ മൻഹജിയത്ത് എന്ന് പറഞ്ഞ രീതിശാസ്ത്രം എന്തിനെ ആശ്രയിച്ചിട്ടുള്ള? അഖ്ലിനെയും ഖിയാസിനെയും, അല്ലേ, ഖിയാസിനെയും പിന്നെ അഖ്ലിനെയും ആശ്രയിച്ചിട്ടുള്ള ഒരു രീതിശാസ്ത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തി? ഖുർആനിനെയും സുന്നത്തിനെയും. നുസൂസ് ശർഇയ്യ എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ നുസൂസുകൾ, അത് ഖുർആനും സുന്നത്തുമാണ്. അപ്പോൾ ഖുർആനിനെയും സുന്നത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അഖ്ലിനെയും ഖിയാസിനെയും അഖ്ലിനെയും ഖിയാസിനെയുമായിരുന്നു അദ്ദേഹം അഖ്ലിനെയും ഖിയാസിനെയും ആശ്രയിച്ചിട്ടുള്ള ഒരു രീതിശാസ്ത്രമായിരുന്നു ഈ മദ്ഹബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാനൽ ഇമാം അബൂ ഹനീഫ അദദു മിന തലാമീദി അൽ ബാരിസീന അല്ലദീന ലഇബു ദൗറൻ ഹാമൻ ഫീ നശ്രി വ തത്വീരിൽ മദ്ഹബുൽ ഹനഫി. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ധാരാളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവർ പ്രമുഖരായിട്ടുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർ ഈ മദ്ഹബിനെ പ്രചരിപ്പിക്കുന്നതിനും ഇത് വികസിപ്പിക്കുന്നതിനും ധാരാളം പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, ഇന്തശറൽ മദ്ഹബുൽ ഹനഫി ഫിൽ അദീദി മിനൽ മനാതിഖിൽ ഇസ്ലാമിയ ഹൈസു നശഅ ഫിൽ ഇറാഖ്. എന്താണ്? ഇറാഖിൽ ഉത്ഭവിച്ച ഈ ഹനഫി മദ്ഹബ് പിന്നീട് എന്ത് ചെയ്തു? ധാരാളം ഇസ്ലാമിക മനാതിഖുകളിലേക്ക്, പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്തു? ഇത് വ്യാപിച്ചു. സുമ്മ ഇംതദ്ദ ലിസുബിഹൽ മദ്ഹബു റസ്മിയുൽ ദൗലത്തുൽ ഉസ്മാനിയത്തി ഫി തുർക്കിയ. എന്താണ്? പിന്നീട് ഈ ഹനഫി മദ്ഹബ് തുർക്കിയിലെ ഓട്ടോമൻ ഭരണത്തിൻ്റെ ഔദ്യോഗികമായ മദ്ഹബായിട്ട് എന്ത് ചെയ്തു? മാറുകയും ചെയ്തു. മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ഇന്തിഷാറൻ വാസിഅൻ ഫി ഷുബിഹൽ ഖാറത്തിൽ ഹിന്ദിയ ലിയുഷ്മിലൽ ഹിന്ദു വ പാകിസ്ഥാൻ വ ബംഗ്ലാദേശ് ഇലാ വസ്തി ആസിയ ഫി ദുവലി മിസ്ൽ ഉസ്ബെക്കിസ്ഥാൻ വ കറാഖിസ്ഥാൻ കമാ ഇന്തശറ ഫി മിസ്ർ വ അസ്ബഹ അഹദുൽ മദ്ഹബു അൽ ഫിഖ്ഹിയത്തിൽ മൂസിറത്ത് ഫീഹ. ഇന്തിഷാറൻ വാസിഅൻ ഫി ഷുബിഹൽ ഖാറത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് ഇത് ധാരാളമായി വിശാലമായി ഇത് വ്യാപിച്ചു. ലിയുഷ്മിലൽ ഹിന്ദ്, അതിൽ പാകിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, പിന്നെ അതുപോലെ തന്നെ എവിടെയാണ്, ഏഷ്യയുടെ വടക്കേ, അല്ലേ, മധ്യേഷ്യയുടെ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാന്, കറാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, അല്ലേ, ഈ ഭാഗങ്ങളിലേക്കൊക്കെ ഇത് എന്ത് ചെയ്തു? വ്യാപിച്ചു. കമാ ഇന്ദശറ ഫി മിസ്ർ വ അസ്ബഹ അഹദുൽ മദാഹിബുൽ ഫിഖ്ഹിയത്തിൽ മൂസിറത്ത് ഫീഹ. അതുപോലെ തന്നെ എവിടേക്കും വ്യാപിച്ചു? പിന്നെ എവിടെയാണ്? മിസ്റിലേക്ക്, ഈജിപ്തിലേക്കും പിന്നീട് ഇത് വ്യാപിക്കുകയും അവിടെ എന്ത് ചെയ്തു? സ്വാധീനമുള്ളൊരു ഇസ്ലാമിക കർമ്മശാസ്ത്ര വിദ്യാലയങ്ങളിലൊന്നായിട്ട് ഇത് മാറുകയും ചെയ്തു. അടുത്തത് നോക്കാം, അൽ മദ്ഹബു ഷാഫിഈ. ഷാഫിഈ മദ്ഹബിനെ കുറിച്ച് നോക്കാം. അൽ മദ്ഹബു ഷാഫിഈ ഹുവ അഹദുൽ മദാഹിബുൽ ഫിഖ്ഹിയത്തിൽ അർബഅത്തി സുന്നിയത്തി ഫിൽ ഇസ്ലാം. ഇസ്ലാമിക സുന്നി ചിന്താധാരയിലെ 4 മദ്ഹബുകളിൽപ്പെട്ട 4 മദ്ഹബുകളിൽപ്പെട്ട
കർമ്മശാസ്ത്രത്തിലെ 4 മദ്ഹബുകൾപ്പെട്ട ഒരു മദ്ഹബാണ് എന്താണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്നത്. സുമ്മിയൽ മദ്ഹബു ഷാഫിഈ. ഈ മദ്ഹബിന് എന്താണ് പേര് വെക്കപ്പെട്ടത്? ഷാഫിഈ മദ്ഹബ് എന്നാണ് പേര് വെക്കപ്പെട്ടത്. മുഅസ്സിസഹു, ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്ന മഹാനവറുകളാണ് എന്ത് ചെയ്തത്? ഈ ഷാഫിഈ മദ്ഹബിനെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലദീ യുഅ്തബറു അഹദു അഅ്ളമുൽ ഫുഖഹാഇ ഫീ താരീഖിൽ ഇസ്ലാമി. എന്താണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഫുഖഹാക്കളിൽ ഒരാളായിട്ട് ആരെ കണക്കാക്കപ്പെടുന്നു? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കണക്കാക്കപ്പെടുന്നു. യതമയ്യസുൽ മദ്ഹബുൽ ഷാഫിഈ ബിമൻഹജിയത്തിൻ ഫിഖ്ഹിയത്തിൻ തജ്മഉ ബൈനൽ ഉസൂലിൻ നഖലിയ വൽ ഉസൂലിൽ അഖലിയ. എന്താണ് യതമയ്യസുൽ മദ്ഹബു ഷാഫിഈ? ഷാഫിഈ മദ്ഹബിൻ്റെ ഷാഫിഈ മദ്ഹബ് സവിശേഷമായിരിക്കുന്നു. എന്തുകൊണ്ട്? ബിമൻഹജിയത്തിൻ ഫിഖ്ഹിയത്തിൻ, അതിൻ്റെ കർമ്മശാസ്ത്രത്തിലെ ആ രീതി കൊണ്ട്. എന്താണ്? തജ്മഉ, അത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ബൈനൽ ഉസൂലിൻ നഖലിയ, നഖലിയ എന്ന് പറഞ്ഞാൽ നുസൂസ് ഷറഇയ്യ എന്ന് പറഞ്ഞാൽ ഷറഇൻ്റെ നുസൂസുകൾ, അതേതാണ്? ഖുർആനും സുന്നത്തുമാണ്. അപ്പോൾ ഖുർആനിനെയും സുന്നത്തിനെയും അതുപോലെ തന്നെ വൽ ഉസൂലുൽ അഖ്ലിയ, ഇജ്തിഹാദും ഖിയാസും. ഉസൂലുൽ അഖ്ലിയ എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദും ഖിയാസുമാണ്. അപ്പോൾ ഇജ്തിഹാദിനെയും ഖിയാസിനെയും ഖുർആനിനെയും സുന്നത്തിനെയും എന്താണ് ഒരുമിച്ച് കൂട്ടിയ ഒരു മൻഹജിയത്താണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫിഖ്ഹിൻ്റെ മൻഹജിയത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? രീതിശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കാം. ഇത്തബിഉ അൽ ഇമാമു ഷാഫിഈ മൻഹജിയത്തുൻ ഇജ്തിഹാദിയത്തുൻ മുതവാസിനത്തുൻ തജ്മഉ ബൈന നഖലി വൽ അഖലി ഹൈസ് കാന യൂലി അഹമ്മിയത്തുൻ കബീറത്തുൻ ലിനുസൂസ് ശർഇയ്യത്തി മുഅ്തമിദൻ അലൽ ഖുർആനി വസ്സുന്നത്തി കഅസാസി തശ്രീഇ. ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്താണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്തിനെയാണ് ആശ്രയിച്ചിരുന്നത്? ഖുർആനിനെയും സുന്നത്തിനെയും അതുപോലെ തന്നെ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇജ്തിഹാദിനെയും ഖിയാസിനെയും അതിനെയും സന്തുലിതമായ രീതിയിൽ ആശ്രയിച്ചിട്ടുള്ള ഒരു മൻഹജിയത്താണ് അദ്ദേഹം ആശ്രയിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ അദ്ദേഹം എന്തിനാണ് പ്രാധാന്യം നൽകിയത്? കൂടുതൽ ഖുർആനിനെയും സുന്നത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു മൻഹജിയത്താണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. രണ്ടും ഉപയോഗിച്ചിരുന്നു, എന്നാലും ഖുർആനിനെയും സുന്നത്തിനും കൂടുതൽ പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരുന്നു. അടുത്ത് നോക്കാം. മദ്ഹബുൽ മാലിക്കി മദ്ഹബാണ്. അൽ മദ്ഹബുൽ മാലിക്കി ഹുവ അഹദുൽ മദാഹിബുൽ ഫിഖ്ഹിയ്യത്തിൽ അർബഅത്തി സുന്നിയത്തി ഫിൽ ഇസ്ലാം. ഇസ്ലാമിക സുന്നി ചിന്താധാരയിലെ കർമ്മശാസ്ത്രത്തിലെ 4 മദ്ഹബുകളിൽ ഏറ്റവും 4 മദ്ഹബുകളിൽപ്പെട്ട ഒരു മദ്ഹബാണ് മാലിക്കി മദ്ഹബ് എന്ന് പറയുന്നത്. യുഅ്തബറു മിൻ അഖ്ദമുൽ മദാഹിബി വഅക്സറുഹ ഇന്തിശാറൻ ഫി ഷിമാലി അഫ്രീഖിയ വല്ലൻദലൂസ്. ഫി ഷിമാലി അഫ്രീഖിയ, വടക്കേ ആഫ്രിക്കയിലും അതുപോലെ തന്നെ വല്ലൻദലൂസ് സ്പെയിനിലെയും ഏറ്റവും പഴക്കമേറിയതും വ്യാപകവുമായ ചിന്താധാരകളിൽ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നു. മുഅസ്സിസഹു അൽ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഇതാരാണ് സ്ഥാപിച്ചത്? ഇത് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആണ് ഈ മദ്ഹബ് സ്ഥാപിച്ചത്. അല്ലദീ ആശ ഫീ മദീനത്തുൽ മുനവ്വറ. അദ്ദേഹം എവിടെയാണ് ജീവിച്ചത്? മദീനത്തുൽ മുനവ്വറയിലാണ് അദ്ദേഹം ജീവിച്ചത്. അടുത്ത നോക്കാം. ഇത്തബിഉ അൽ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മൻഹജിയത്തുൻ ഇജ്തിഹാദിയത്തുൻ തർതകിസു അൽ ഇഅ്തിമാദി അലൻ നുസൂസ് ശർഇയ്യത്തി ഹൈസ് കാന യൂലി അഹമ്മിയത്തിൻ കബീറത്തുൽ ഖുർആനി വസ്സുന്നത്തി. അദ്ദേഹം ഇത്തബിഉ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മൻഹജിയത്തുൻ ഇജ്തിഹാദിയത്തുൻ, അദ്ദേഹം ഇജ്തിഹാദിനെ ആശ്രയിച്ചിട്ടുള്ള രീതിശാസ്ത്രം ഉപയോഗിച്ചിരുന്നു, അല്ലേ? പിൻപറ്റിയിരുന്നു. തർത്തക്കിസു, അത് കേന്ദ്രീകരിക്കുന്നു. അലൽ ഇഅ്തിമാദ് അല നുസൂസ് ശർഇയ്യ, ഷർഇന്റെ നുസൂസുകളെ, ഇസ്ലാമിക ശരീഅത്തിന്റെ നുസൂസുകളെ എന്ന് പറഞ്ഞാൽ ഖുർആനിനെയും സുന്നത്തിനെയും ആശ്രയിച്ച് അതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇജ്തിഹാദിനെ ആശ്രയിക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചിരുന്ന ഹൈസ് കാന യൂലി അഹമ്മിയത്തുൻ കബീറത്തുൽ ഖുർആനി വസ്സുന്നത്തി. അദ്ദേഹം ഖുർആനിനും സുന്നത്തിനും ധാരാളം പ്രാധാന്യം, വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. തുവഫ മാലിക്
മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഹിജറ 179 795 മീലാദിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഇനി അടുത്തത് അൽ മദ്ഹബുൽ ഹംബലി, ഹംബലി മദ്ഹബിനെ കുറിച്ചിട്ടാണ്. അൽ മദ്ഹബുൽ ഹംബലി ഹുവ അഹദുൽ മദാഹിബുൽ ഫിഖ്ഹിയ്യത്തിൽ അർബഅത്തി ഫിൽ ഇസ്ലാം. എന്താണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ 4 സുന്നി ശാഖകളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഹംബലി മദ്ഹബ് എന്ന് പറയുന്നത്. മുഅസ്സിസഹു, അത് സ്ഥാപിക്കപ്പെട്ടു അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആണ് ഈ മദ്ഹബിനെ സ്ഥാപിക്കപ്പെട്ടത്. അല്ലദി ആശ ഫീ ബഗ്ദാദ്, അദ്ദേഹം ബഗ്ദാദിലാണ് ജീവിച്ചത്. ഇത്തബിഉ അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മൻഹജൻ സ്വാരിമൻ ഫിൽ ഇജ്തിഹാദി. എന്താണ് അദ്ദേഹം ഇജ്തിഹാദിനെ എന്ത് ചെയ്തു, ആശ്രയിച്ച ഒരു മൻഹജീയത്താണ് അദ്ദേഹം ഇജ്തിഹാദിനെ എന്ത് ചെയ്തു, പിന്നെ എന്താണ് കർശനമായ ഒരു ഇജ്തിഹാദിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു കർശനമായ ഒരു രീതിശാസ്ത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. യതമയ്യസുൽ മദ്ഹബുൽ ഹംബലി ബി തമസ്സുകിഹി ശദീദി ബി നുസൂസ് ശർഇയ്യത്തി മിനൽ ഖുർആനി വസ്സുന്ന. ഈ യതമയ്യസുൽ മദ്ഹബുൽ ഹംബലി മദ്ഹബ് സവിശേഷമായിരിക്കുന്നു ബി തമസ്സുകിഹി ശദീദി ബി നുസൂസ് ശർഇയ്യത്തി മിനൽ ഖുർആനി വസ്സുന്ന. ഖുർആനിനെയും സുന്നത്തിനെയും ആശ്രയിച്ചുകൊണ്ട് ശക്തമായി പിൻപറ്റിക്കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് ചെയ്തു, പിന്നെ അതീവ പ്രാധാന്യത്തോടെ പിടിച്ചു നിർത്തുന്ന അതിനെ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു മൻഹജിയത്താണ് ഇമാം ഹംബൽ റളിയല്ലാഹു അൻഹു ആശ്രയിച്ചിരുന്നത്. ഖുർആനിനെയും സുന്നത്തിനെയും വളരെ ശക്തമായി അതിനെ മാത്രം എന്ത് ചെയ്തു, ആശ്രയിച്ചിരിക്കുന്ന ഒരു രീതി മൻഹജിയത്താണ് അദ്ദേഹം ഉപയോഗിച്ചത്. യുഖല്ലിലു മിനൽ ഇഅ്തിമാദി അല റഈ വൽ ഖിയാസി, റഈനെയും ഖിയാസിനെയും വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം ആശ്രയിച്ചിരുന്നുള്ളൂ. തുവഫ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഹിജ്റ 241 അദ്ദേഹം വഫാത്താകുന്നത്. പിന്നെ 855 മീലാദിയ ഇതിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, വഫാത്താകുന്നത്. അപ്പം നമുക്ക് 4 മദ്ഹബുകളെ കുറിച്ചിട്ട് എഴുതാൻ പറയുമ്പം ഇത്രയും എഴുതിയാൽ മതിയാവുന്നതാണ്.